എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വിലയേറിയതായ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി അല്പം സംസാരിക്കുവാനും മാതാപിതാക്കളുമായിട്ട് അല്പം പങ്കിടുവാനും ആശയവിനിമയം നടത്തുവാനും സർവശക്തനായ ദൈവം ഇടവരുത്തിന് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഇന്ന് ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, മതപണ്ഡിതന്മാർ, പ്രഭാഷകർ ഒക്കെ പറയുകയാണ് ഇത് ലോകാവസാനത്തിൻ്റെ ആരംഭമാണ്, അതിൻ്റെ ലക്ഷണങ്ങളാണിതെന്ന്. ആയിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അവിടെ വലിയൊരു രസകരമായ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ലോകാവസാനം എന്ന് പറയുന്ന ഈ പ്രവാചകന് അല്ലെ പ്രവചനം നടത്തുന്ന ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ പാസ്റ്ററിന്, അല്ലെ പുരോഹിതന്, അല്ലെ മതപണ്ഡിതന്, അല്ലെ ശാസ്ത്രജ്ഞന് ഇതെന്ന് സംഭവിക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എപ്പോഴാണ് ഇതിൻ്റെ സമയമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഇവൻ പ്രവചിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഹേ ബുദ്ധിമാനായ പ്രവാചക, ഹേ ബുദ്ധിമാനായ മതപണ്ഡിത, ഹേ ബുദ്ധിമാനായ മത ആചാര്യനെ, നിങ്ങൾ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ ശരിയാകണമെന്നില്ല. ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുകയാണ് ലോകാവസാനം വരാൻ പോകുന്നു, അതിൻ്റെ ലക്ഷണമാണ് ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് നിങ്ങൾ യൂട്യൂബിൽ കൂടിയും റേഡിയോയിൽ കൂടിയും പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, ഫേസ്ബുക്കിൽ കൂടിയും പ്രഭാഷണങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുകയും നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസുകൾ കൂട്ടി വരുത്തുന്നത് എന്തിനാണ്? ലോകം അവസാനിക്കുകയാണ്, പിന്നെ എന്തിനാണ് ബാങ്ക് ബാലൻസ്? പിന്നെ എന്തിനാണ് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ? നാളെ ലോകം അവസാനിക്കുമല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടി വയ്ക്കുന്നത്? നിങ്ങളുടെ ആഡംബര ജീവിതം നിങ്ങൾ നടത്തുന്നത്? നാളെ ലോകം അവസാനിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രവാചകന്മാരോട് പറയാനുള്ളത്, ഇന്നത്തെ പ്രവാചകന്മാരോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ പ്രവചിക്കരുത്. അത് തെറ്റാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നിങ്ങൾ പ്രവചിക്കാൻ പോകരുത്. നിങ്ങൾ പ്രവചിക്കുക. കഴിയുമോ? പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പറയുന്നു ലോകം അവസാനിക്കാൻ പോകും. എവിടെ ലോകം അവസാനിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്ന് പറ്റുമെന്ന്, എന്ന് നടക്കുമെന്ന് നിങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾ പ്രവചിക്കുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു, അല്ല. പക്ഷേ എന്ന് നടക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഏതൊക്കെ രാജ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഈ പ്രവചനം പ്രവചിക്കുന്നുണ്ട്, എന്താണ് പ്രയോജനം? മനുഷ്യന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ പിടിച്ചു നിർത്തിയ ഒരു വലിയ വ്യാധി ലോകത്തിൽ പടർന്നു പന്തലിച്ചു. ഹേ പ്രവാചക, അല്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യ, മതപ്രവാചകനെ, നിങ്ങൾക്കതിനെ തടയാൻ പറ്റില്ലായിരുന്നു? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പ്രവചിക്കാമായിരുന്നല്ലോ. അപ്പം നിങ്ങളുടെ പ്രവചനം എന്താണ്? അത് അസ്ഥാനത്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളു. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങളെ ഭയവികലരാക്കരുത്. ജനങ്ങളെ നിങ്ങൾ പ്രവചനങ്ങൾ നടത്തി ജനങ്ങളുടെ ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തരുത്. അവരുടെ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കാൻ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ സംഭവിക്കേണ്ടത് കാലസമ്പൂർണ്ണത തീരുമ്പോൾ സംഭവിക്കും. നിങ്ങൾ പ്രവചിച്ചാലും പ്രവചിച്ചില്ലെങ്കിലും നടക്കും, യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ ജനങ്ങളെ ഭയവികലരാക്കരുത്, ഭയമുള്ളവരാക്കി തീർക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് പ്രസംഗിക്കുകയും നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുകയും നിങ്ങളുടെ അതിരുകൾ വിസ്താരമാക്കുകയും നിങ്ങളുടെ തോട്ടങ്ങൾ വികസിപ്പിക്കുകയും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും വേണ്ടി കൊടുക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? നാളെ നിങ്ങൾ നശിക്കുമല്ലോ, ലോകം അവസാനിക്കുമല്ലോ. പിന്നെ എന്തിനാണ് കൂട്ടിവെക്കുന്നത്? നിങ്ങൾ ജനങ്ങളെ കളിപ്പിക്കുന്നത് ഇത് നിർത്തിവെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാം. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.